ഹലോ ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഇന്തോനേഷ്യയിലെ ക്രോജോക്കാൻ സേവു എന്നുള്ള ഒരു വാട്ടർഫാൾ കാണാൻ വന്നതാണ്. ഇതൊരു മൗണ്ടൈൻ ഏരിയയാണ്. നമ്മുടെ നാട്ടിൽ കൊടൈക്കനാൽ, ഊട്ടി, പിന്നെ ഹിമാചൽ എന്നൊക്കെ പറയില്ല, അതേപോലെയുള്ള ഒരു മൗണ്ടൈൻ ഏരിയയാണ്. ഇവിടുത്തെ ഹിൽ സ്റ്റേഷനാണ് പ്രധാനപ്പെട്ട. നല്ല തണുപ്പുണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ നല്ല ആറ്റിറ്റ്യൂഡുള്ള നല്ല സ്ഥലമാണ്. പിന്നെ പൈൻ ട്രീസ് കണ്ടോ, പൈൻ ട്രീകളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ. ഇങ്ങനെ ഹിൽ സ്റ്റേഷനിലുള്ള സാധാ രീതിയിലുള്ള കൃഷികൾ, കാര്യങ്ങൾ കണ്ടില്ല. ആ താഴ്വാരത്തിലൊക്കെ കണ്ടോ ഓരോ കൃഷികൾ ചെയ്തിച്ചാണ്. ആ പച്ചപ്പ് കണ്ടോ അവിടെ. ഇത് ചെറിയ അരുവികൾ പോകുന്നു. അത് വളരെ വൃത്തി ഉള്ള ഒരു ഏരിയ, ഒരു ഹിൽ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെയുള്ള ഒരു വാട്ടർഫാൾ കാണാനാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. കേട്ടോ, അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നല്ല ക്ലൈമറ്റുമാണ്, നല്ല തണുപ്പ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ള കൂളിംഗ് ആയിട്ടുള്ള നല്ല ഒരു അന്തരീക്ഷം, കൊടൈക്കനാലിലൊക്കെ ചെന്ന പോലെ. ഓക്കെ, നമുക്ക് വാട്ടർഫാളിൻ്റെ ഭാഗത്തേക്ക് പതുക്കെ നടന്ന് പോയി നോക്കാം. ഇതുവഴി കയറി പോകണം കേട്ടോ. വഴിയിലൊക്കെ ആളുകൾ കച്ചവടം ചെയ്യാണ് കേട്ടോ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഇവർ. നല്ല ഇനി സ്റ്റെപ്പ് കയറിയിട്ട് പോകണം മുകളിലേക്ക്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന ഏരിയയാണ് ഇത് കേട്ടോ. വാട്ടർഫാളിൻ്റെ പേര് ക്രോജോക്കാൻ സേവു. അതിൻ്റെ ഒരു മാപ്പാണിത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് വാട്ടർഫാളിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഈ പാലം കടന്നിട്ട് വേണം വാട്ടർഫാളിലേക്ക് പോകാൻ. ആ വാട്ടർഫാളിൽ നിന്ന് വരുന്ന ഒരു അരുവിയാണ് ഈ കാണുന്നത് കണ്ടോ. ഇങ്ങനെ അടിപൊളിയായിട്ട് ഒഴുകി പോവാണ്. ഒഴുകിപ്പോയി ഇതിങ്ങനെ ഒരു അരുവി പോലെ ഒഴുകി പോവാണ്. വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഒരുപാട് ആളുകൾ വാട്ടർഫാൾ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കുട്ടികൾ എല്ലാവരും, ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾ കുറച്ചുണ്ടാവും. ക്രോജോക്കാൻ സേവു കണ്ടോ, ഇതാണ് ഇതിൻ്റെ പേര്. ഇനി അങ്ങനെ മുകളിലേക്ക് നടന്നു പോകണം. ഇങ്ങനെ കൽപാതകൾ, കല്ല് വെച്ച് പാകിയ വഴിയുണ്ട്. അതുപോലെ ആ സൈഡിൽ സിമൻ്റ് ഇട്ടും ചെയ്തതാണ്. അങ്ങനെ ഇത് നടന്നിട്ട് കയറി ഇങ്ങനെ പോവുക വാട്ടർഫാളിലേക്ക്. നമ്മൾ ഇത് കണ്ടോ, വലിയ പൈൻ ട്രീസൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നപ്പോൾ വേറെ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ മുള കൊണ്ടുണ്ടാക്കിയ ഒരു പാലം വെച്ചിട്ട് വീണ്ടും ക്രോസ് ചെയ്തു നമ്മൾ. അതൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന അരുവികളാണ്. അങ്ങനെ ഇനിയും നടക്കാണ്ട് മുകളിലേക്ക് കുറച്ചും കൂടെ നടന്നു പോയി നോക്കുക. ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട് എന്നാണ് കേട്ടത്. പോയി നോക്കട്ടെ. വീണ്ടും കുറച്ചുകൂടെ നടന്നപ്പം വേറൊരു സെക്ഷനിലെത്തി. ഇപ്പോൾ ഇന്തോനേഷ്യൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന പല ആളുകളെയും കാണാം. ഫാമിലികളാവും. ഇത് ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരാണോ ഇന്തോനേഷ്യയിലുള്ള? ഒരേ യൂണിഫോമിൽ ഒരേ സ്ത്രീകൾ, ഒരേ പ്രായത്തിലുള്ള ആളുകൾ എവിടുന്നോ വന്നാണ്. ഫാമിലിയാണോ ഇനി വേറെ എന്തെങ്കിലും ഗ്രൂപ്പിലുള്ള ആളുകളോ ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ നടത്തം തുടരുക തന്നെ. ചെറിയൊരു കയറ്റം കൂടെ കിട്ടിയിട്ടുണ്ട്, കൂടിയും കയറി നോക്കുക. ഓ, അങ്ങനെ ആ ചെറിയ സ്റ്റെപ്പ് കയറിയപ്പം നമ്മൾ ചെറിയൊരു പൂളിലുള്ള ഒരു ഭാഗത്തേക്ക് എത്തി. സ്വിമ്മിങ് പൂള് പോലെയുള്ള അടിപൊളി കാഴ്ച കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള തെളിഞ്ഞ വെള്ളമാണ് ഈ അരുവിയിൽ നിന്ന്, ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം. അതേപോലെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതിൽ ആളുകൾ കുളിക്കണമൊക്കെ ഉണ്ട്. ഓ, എന്തൊരു തെളിച്ചുള്ള വെള്ളം എന്നോ. വെള്ളച്ചാട്ടം അവിടെ വിട്ടായിട്ട് കാണാൻ നോക്കി. ഇവിടെ ചാടുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണാൻ കഴിയും വെള്ളച്ചാട്ടം കണ്ടോ. അവിടെ ആ ഡിസ്റ്റൻസിൽ അവിടെ ഉണ്ട്. അതാ സൂം ചെയ്യുക കണ്ടോ. അവിടെ ചാടുന്നുണ്ട്. ഓക്കെ, ഏതായാലും ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കാഴ്ച. ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു തെളിവ് കണ്ടോ, തെളിച്ചം ഭയങ്കരമായിട്ട്
നല്ല ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഫൈനലി നമ്മൾ വാട്ടർഫാളിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ട് ഇവിടെ. കാരണം ആവർത്തിക്കുന്നില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കുരങ്ങന്മാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. കാരണം ഒരു ഹിൽ സ്റ്റേഷനാണല്ലോ ഇത് ഇവിടുത്തെ. ഒരു രക്ഷയിട്ടോ വെള്ളച്ചാട്ടം, അടിപൊളിയാണ്. നല്ല ഒരു മിസ്റ്റ് പോലെ വരുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളയി. അടിപൊളി വെള്ളച്ചാട്ടം. ഒരുപാട് ആളുകൾ ഇതവിടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു. എന്താണ് വെള്ളച്ചാട്ടം! ഓ, ഈ വെള്ളമാണ് താഴേൽ അരുവികളായി പോകുന്നത്. നമ്മൾ വരുന്ന വഴിയിൽ കണ്ടത് കേട്ടോ. പല ആളുകളുണ്ട് ഇവിടെ. എല്ലാം ഇത് കാണാൻ ആസ്വദിക്കാൻ വന്ന ആളുകളാണ് ഈ വെള്ളച്ചാട്ടം.